ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടോ, ഇന്ന് നമ്മുടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ആണ് iQOO Z9s Pro 5G. അപ്പം ഈ കഴിഞ്ഞ മാസം കൊണ്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നലെ കിട്ടിയതേ ഉള്ളൂ കേട്ടോ ഈ പ്രോഡക്റ്റ്. അപ്പം എൻ്റെ കയ്യിരിക്കുന്ന വേരിയന്റ് എന്ന് പറഞ്ഞാൽ 8GB RAM 256 ഇന്റേണലുള്ള iQOO Z9s Pro 5G ആണ്. ആദ്യം നമുക്ക് ഇൻസൈഡ് ദ ബോക്സ് നോക്കട്ടെ. അപ്പം ഇൻസൈഡ് ദ ബോക്സ് വരുമ്പോഴത്തേനും നമുക്ക് വരുന്നത് ആദ്യം നമ്മുടെ ഫോൺ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് IMEI നമ്പറും കാര്യങ്ങളൊക്കെ, പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് വരുന്നുണ്ട്, പിന്നെ മറ്റേ പേപ്പറും അത് ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചാർജർ വരുന്നുണ്ട്, പിന്നെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സിം കുത്തിയിറക്കാനുള്ള സിം ഇജക്ടർ വരുന്നുണ്ട് കേട്ടോ. സിം ഇജക്ടർ വരുന്നുണ്ട്, സിം ഇജക്ടർ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ഫോണിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്നും. ഇതാണ് നമ്മുടെ ഫോൺ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫോൺ അങ്ങോട്ട് തുറന്ന് നോക്കാം, അൺലോക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ iQOO Z9s Pro 5G ഫോൺ കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന കളർ മറ്റേ ഫ്ലാംബോയിന്റ് ഓറഞ്ച് എന്ന് പറയുന്ന കളർ. രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഫ്ലാംബോയിന്റ് ഓറഞ്ച്, പിന്നെ ലക്സ് മാർബിൾ എന്ന് പറഞ്ഞൊരു മറ്റൊരു കളറോടാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് കൂടുതലൊന്നും പറയാം. നമുക്ക് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മുടെ ഫോൺ ഒന്ന് ഓൺ ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ iQOO 5G എന്ന് പറഞ്ഞ് ഒക്കെ എഴുതി വന്നിട്ടുണ്ട്. ഇപ്പം ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോഴത്തേന് കേർവ്ഡ് ഡിസ്പ്ലേ ആണ് കേട്ടോ വരുന്നത്. ഫോൺ സൈസിന്റെ മാക്സിമം നമുക്ക് ഡിസ്പ്ലേ തന്നെയാണ് നിൽക്കുന്നത്. ഒരുപാട് ബെസൽസിനായിട്ട് അവർ എടുത്തിട്ട് സ്ക്രീൻ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ക്രീനിന്റെ കാര്യം വരുമ്പോഴത്തേന് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഡിസ്പ്ലേ വരുന്നത്. 120 ഹെർട്സ് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അമോലെഡ് ഡിസ്പ്ലേ ആണ് കേട്ടോ. അപ്പോൾ 4500 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പുറത്തൊക്കെ നിന്നാലും നല്ല ബ്രൈറ്റ്നസ്സിൽ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് നമ്മുടെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്യാമറയ്ക്ക് രണ്ട് ക്യാമറ ഉണ്ട്. മെയിൻ ക്യാമറ വന്നിട്ട് 50 MB, സെക്കൻഡറി ക്യാമറ വന്നിട്ട് 8 MB ആണ് കേട്ടോ വരുന്നത്. 8 MB. പിന്നെ നമ്മുടെ സെൽഫി ക്യാമറ, അപ്പോൾ ഇതിന്റെ വീഡിയോയിലേക്ക് വരുമ്പോൾ 180p 60fps വരും, 4K 30fps വരത്തുള്ളൂ. പിന്നെ നമ്മുടെ സെൽഫി ക്യാമറ വന്നിട്ട് 16 MBയുടെ സെൽഫി ക്യാമറ കേട്ടോ. ബാറ്ററിയും ചാർജറും വന്നിട്ട് അപ്പോൾ ബാറ്ററി 5500 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് 50% 21 മിനിറ്റ് കൊണ്ട് കയറും കേട്ടോ. 80 വാട്ടിന്റെ ഫ്ലാഷ് ചാർജറാണ് കൂടെ വരുന്നത്. അപ്പോഴത്തേക്കും പല പവറായിട്ട് നല്ല ജില്ലായിട്ട് കയറുമെന്ന് ഉള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നല്ല ബാക്കപ്പും കിട്ടും. പ്രൊസസ്സർ വരുമ്പോഴത്തേന് സ്നാപ്ഡ്രാഗന്റെ 7 Gen 3 പ്രൊസസ്സറാണ് കേട്ടോ വരുന്നത്. അതായത് ഒക്ടാകോർ ആണ്. 6GB 8GB 12GB ഇങ്ങനെയാണ് അവരെ വേരിയന്റ്, റാമിന്റെ വേരിയന്റ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് കിട്ടിയേക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ 8GBയുടെ പ്രൊസസ്സറാണ്. അപ്പൊ ഇന്റേണലി 256 ആണ് ഇതിന് വന്നേക്കുന്നത്. സ്പീക്കർ വരുമ്പോഴത്തേന് ഇവിടെ സ്പീക്കർ സ്റ്റീരിയോ ടൈപ്പ് സ്പീക്കറാണ്. പിന്നെ ഇവിടെ ചാർജിങ് കേബിൾ ആണ്. അപ്പോൾ C ടൈപ്പ് ആണ് കേട്ടോ ചാർജിങ് കേബിൾ. പിന്നെ ഇവിടെ സിം കാർഡിന്റെ സ്ലോട്ട് ആണ്. ഇതാണ് നമ്മുടെ സിം കാർഡ് സ്ലോട്ട് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലുമാണ് സിം ഇടുന്നത്. അപ്പോൾ ഡ്യുവൽ സിം ഫ്രണ്ടിലും ബാക്കിലുമാണ് ഇടുന്നത്. പക്ഷേ അത് നല്ലൊരു ഫീച്ചറാണ്. അതായത് ഒരുപാട് നീളം ഇടുമ്പോഴത്തേന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകത്തില്ല. അത് നമുക്ക് തിരിച്ചും കിട്ടാം. എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഒന്നും കരുതുന്നുള്ളൂ. അപ്പോൾ 185 ഗ്രാം, 185 190 ഗ്രാമേ ഉള്ള വെയിറ്റ്. നല്ല അത്യാവശ്യം നല്ല കയ്യിൽ തന്റെ ഹാൻഡിലായി നിൽക്കുന്നുണ്ട്. ഒരുപാട് വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. നല്ല കൈ നിൽക്കുന്നുണ്ട്. കയ്യിൽ ഒതുങ്ങിയ ഒരു ഡിവൈസ് ആണ് കേട്ടോ ഈ ഡിവൈസ്. എനിക്ക് അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഫോണിന് 27,000 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. 8GB 256. അത് മാത്രമല്ല എനിക്ക് അത്യാവശ്യം നല്ല പറയാനുള്ളത്, അതായത് ഈ രീതിയിലുള്ള സ്പെക്കിനകത്ത് 27,000 8GB 256 27,000 ഇത്രയും സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. അപ്പോൾ സാധാരണക്കാർക്ക്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വാങ്ങി ഉപയോഗിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇറ്റ്സ് മീ മക്മോസ് സൈനിങ് ഓഫ്.